ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 9. നമ്മൾ ഒരാളെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. കീപ് ഫയറിംഗ് ഷോർട്ട് ആൻഡ് ടു ദ പോയിന്റ്. ഒരുത്തനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ അവനെ പറഞ്ഞു വിടുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മളുടെ അടുത്ത് അവൻ വന്നിരുന്ന് സംസാരിച്ച് നമ്മൾ പറഞ്ഞു വിടുന്ന ആ പ്രോസസ്സ് 15 മിനിറ്റിൽ കൂടാൻ പാടില്ല. ഈ 15 മിനിറ്റിൽ 2 മിനിറ്റിൽ കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള, നമ്മളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള സമയം അതാണ്. അതുകൊണ്ട് എത്രയും ചുരുക്കുക. ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ഷാർപ്പ്. നോട്ട് മോർ ദാൻ 15 മിനിറ്റ്സ്. എത്ര സമയം നമ്മൾ കൂടുതൽ കൊടുക്കുന്നോ അത്രയും സമയം അവന് കിട്ടുകയാണ് എന്ത്, ഈ പ്രശ്നം പരിഹരിക്കാൻ. നമ്മളുടെ കണ്ണിൽ വീണ്ടും പൊടിയിട്ട് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ ആ അന്നേരത്തെ ഇമോഷനെ മാറ്റാൻ അവന് വീണ്ടും അവസരം കൊടുക്കും. 15 മിനിറ്റിൽ കൂടുതൽ സമയം കൊടുത്താൽ. 15 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കരുത് ഒരാളുമായിട്ട് ബൈ പറഞ്ഞ് പിരിയാൻ. എന്തിനാണ് നമ്മൾ ഈ ഡിവോഴ്സ് കേസൊക്കെ കോടതി ചെല്ലുമ്പോൾ 6 മാസത്തെ കൺസൾട്ടേഷനൊക്കെ വിടുന്നത്? ആ സമയം എടുക്കുന്തോറും ഇവരുടെ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതുപോലെ ആവരുത്. നമ്മൾ തീരുമാനിക്കേണ്ട ഡിസിഷൻ ഈസ് ഓൾറെഡി മെയ്ഡ്. ഇനി അവരെ വിളിച്ചിരുത്തുന്നത് ഇത് പറയാൻ വേണ്ടി മാത്രമാണ്. ഡിസിഷൻ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു, തീരുമാനമുണ്ട്. ഇനി അതിൽ മാറ്റമില്ല. ഇതൊരു റിയാക്ഷൻ അല്ല, റെസ്പോണ്ടിങ് ആണ്. നമ്മൾ ആലോചിച്ച് കണ്ടെടുത്ത തീരുമാനം അതവനോട് പറയുക മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ദൗത്യം. അല്ലാതെ അവൻ്റെ ഒരു കഥയും കേൾക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്, തീരുമാനം പുനഃപരിശോധിക്കാനും അല്ല ഇരിക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഈ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ ഈ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഓഫീസിൽ തന്നെയുള്ള ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. എഴുതി വെച്ചു. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കാര്യം ഡീല് ചെയ്യുന്ന സമയത്ത് ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ അക്കൗണ്ടൻ്റ് ആകാം, നമ്മളുടെ ഒരു മാനേജറാകാം, ആരുമാകാം. ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ പറഞ്ഞു തരുന്നതിൻ്റെ റീസൺ, ഈ ടെർമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലാണ്. സോ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട്, വളരെ വളരെ ഷോർട്ടായിട്ട്, വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് ടെർമിനേഷൻ. ഇറ്റ്സ് ഇമോഷണൽ. അതുകൊണ്ട് ഒരിക്കലും നെവർ ടെർമിനേറ്റ് ഇൻ പബ്ലിക്. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒരുത്തനെ പറഞ്ഞു വിടരുത്. അപ്രിഷിയേറ്റ് ഇൻ പബ്ലിക്. അഭിനന്ദിക്കാം പബ്ലിക്കായിട്ട്. പക്ഷെ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യുന്നത് പബ്ലിക്കലി ആവരുത്. വിളിച്ചടുത്തിരുത്തി ഒരു വിറ്റ്നസിനെയും കൂടി ഇരുത്തി കാര്യം പറഞ്ഞേക്കാം. എപ്പോഴും ഈ ടെർമിനേഷൻ സമയത്ത് ഒന്ന് മെഡിറ്റേഷനൊക്കെ എടുത്ത് ഒരു ഹയർ സെൽഫിനെ ഉണർത്തിയിട്ടേ നമ്മൾ അവിടേക്ക് പോയിരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇമോഷണലി നമ്മൾ സംസാരിക്കും. നമ്മളുടെ നാക്കിൽ നിന്ന് ആവശ്യം ഇത്രയും നാൾ ചെയ്ത നന്മ ആ ഒരൊറ്റ വാക്കിലില്ലാതായി. അതുകൊണ്ട് ഒരു കാരണവശാലും എംപ്ലോയീസുമായിട്ട് തർക്കിക്കരുത്. അത് ഒരു ഫൗണ്ടർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. നെവർ ആർഗ്യൂ വിത്ത് യുവർ എംപ്ലോയീസ്. ഒരിക്കലും. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 7. ടേൺ ഫുൾ ടൈമേഴ്സ് ഇൻടു പാർട്ട് ടൈമർ. അവനോട് എന്ത് പറയുക? മോനടാ, നീ എല്ലാ ആഴ്ചയിലും നീ വേറെ ജോലി നോക്കിക്കോ. ആ കാര്യം നീ പറഞ്ഞ ശരിയാ, നീ അത് ചെയ്തു. പക്ഷേ എല്ലാ ശനിയാഴ്ചയും നീ പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി 7 തൊട്ട് ഒരു 2 മണിക്കൂർ നിന്നിരുന്ന് നമ്മുടെ കണക്കൊക്കെ ഒന്ന് നോക്കി തരണം കേട്ടോ. കാരണം എന്താ, കോർ വാല്യൂസ് മാച്ച് ആവുന്നവനെ കിട്ടാൻ പാടാ. അവനെ ഫുൾ ടൈമർ ആക്കി നിർത്തുമ്പോൾ നമുക്ക് ലോസാണ്. ഇവൻ ശരിയാവുന്നില്ല, എന്ത് ചെയ്യുക? പക്ഷേ അവനെ നമുക്ക് വേണം താൻ. ആഴ്ചയിൽ ഒരു ദിവസം നീ വാ. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് 5 മണിക്ക് അവിടെ തീരുമല്ലോ. അത് കഴിഞ്ഞ് നീ 6 മണി തൊട്ട് 9 മണി വരെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തു. നമുക്കും ലോസ് കുറഞ്ഞ് ഇവൻ പോകുന്നുമില്ല. ഫുൾ ടൈമർ ഇൻറ്റു പാർട്ട് ടൈമർ. എല്ലാം ശ്രമിച്ച് നോക്കി എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ, എന്നാൽ ഇവനെ നമുക്ക് ഇഷ്ടമാണ്, കോർ വാല്യൂസ് മാച്ച് ആവും. എന്ത് ചെയ്യുക? ഫുൾ ടൈമറെ പാർട്ട് ടൈമറാക്കി മാറ്റുക. ഓവർ ഹെഡ്സ് കുറയും. എന്നാൽ ഇവനെ കൂടെ നിർത്താനും പറ്റും. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 8. നമുക്കെല്ലാം പലപ്പോഴും പറ്റുന്ന കുഴപ്പം. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 8. ഡോക്യുമെന്റ് ആൻഡ് ഡോക്യുമെന്റ്. എല്ലാം രേഖപ്പെടുത്തണം, എല്ലാം ഡോക്യുമെന്റ് ആയിരിക്കണം. ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന അന്നല്ല
ഈ സാധനം എടുത്തു വെക്കേണ്ടത്. ഇതെല്ലാം നമ്മളുടെ കയ്യിൽ, ഇവൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തൊട്ട് ഉള്ള എല്ലാ കാര്യവും നമ്മുടെ കയ്യിൽ വേണം. ഇത് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് 100 കൂട്ടം കാര്യമുള്ള നമ്മൾ മറന്നുപോകും. അവൻ എന്ത് വേണമെങ്കിലും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയാം. കാരണം നമ്മുടെ ഈ പ്രൂഫില്ല, നമ്മുടെ ഈ തെളിവൊന്നുമില്ല, ഒന്നും പറയാനില്ല. അന്നൊരു മെയിൽ അയച്ചിട്ടിരുന്നെങ്കിൽ, ഒരു വെർബൽ ഒരു റിട്ടേൺ വാണിംഗ് ഇവന് കൊടുത്തിരുന്നെങ്കിൽ, എപ്പോഴോ മെയിൽ മോനെടാ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തോണ്ട് വന്നേ നോക്കടാ, എന്താ പറയാനൊന്നും ഇല്ലാത്ത, എങ്ങും എഴുതി വെച്ചിട്ടില്ല. എന്തിനാ ഡോക്യുമെന്റ്? യു വിൽ ഗെറ്റ് എ പീസ് ഓഫ് മൈൻഡ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. കമ്പനി വളർന്നതനുസരിച്ച് നമ്മളുടെ ഓഫീസിൽ ഒരാൾ തന്നെ വേണം ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട്. സാറേ ശ്രദ്ധിച്ചോ, ഓരോ ദിവസവും നടക്കുന്ന കാര്യം ഡോക്യുമെന്റഡ് ആയിട്ട് അവരവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ച്, ബാക്കി കമ്പനിയുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കമ്പനിയുടെ അസറ്റാണ്. മാത്രമല്ല കമ്പനിക്ക് ഫ്യൂച്ചറിൽ സ്വസ്ഥത കൊണ്ട് തരുന്ന സാധനങ്ങളാണ്. എന്തിനായി ഡോക്യുമെന്റ് ചെയ്യുന്നത്? ബിക്കോസ് വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ്. അതുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവ്. അതുകൊണ്ട് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഫോൺ കോൺവെർസേഷൻ, റെക്കോർഡിങ്സ്, ഫോൺ കോൾ വരുന്നത് സ്റ്റാഫുമായിട്ടുള്ള റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തിട്ടേക്കണം ഡേറ്റാ ബേസിൽ. ഇല്ലേ പണിയായതൊക്കെ. ഇനി ഇവനെക്കുറിച്ച്, ഈ എംപ്ലോയിയെക്കുറിച്ച് മറ്റൊരു എംപ്ലോയി, ഒരു പെങ്കൊച്ച്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കൊച്ച് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അവളോട് പറയാം, നമ്മളൊരു മെയിൽ അയച്ചിട്ട് തരാം കേട്ടോ, ഫ്യൂച്ചറിൽ ഇത് ഉപകാരപ്പെടും. അവനെതിരെ വന്ന ഒരു കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിക്കോട്ടെ, ഇതൊരു ഡോക്യുമെൻറ്റാ, ഇതൊരു പ്രൂഫാ. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 10. പേ them to transition properly. ട്രാൻസിഷൻ മീൻസ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ഏതൊരു എംപ്ലോയിക്കും കുറേയധികം ബാധ്യതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ അവൻ്റെ ഒരു വണ്ടി വേണമായിരിക്കും, ചിലപ്പോൾ അവനൊരു പുതിയ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കണമായിരിക്കും, ചിലപ്പം ഒരു മാസത്തേക്ക് ചിലപ്പോൾ അവിടുന്ന് ശമ്പളം കിട്ടത്തില്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ട്രാൻസിഷൻ പീരീഡിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പേ ദം ടു ട്രാൻസിഷൻ പ്രോപ്പർലി. ആ പീരീഡിനെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവന് അങ്ങോട്ടേക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ലൈക്ക് ഇവന് കൊടുക്കാനുള്ള ഓഫർ, പെർഫോമൻസ് സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ്, NOC, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും ഇത്രയും നാൾ ഇവൻ ചെയ്ത നന്മയ്ക്ക് എന്തെങ്കിലും ഒരു ബോണസ് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ ഒന്നും സംഭവിക്കത്തില്ല, അത് കൊടുത്തേരെ. ആ ബോണസ്, ഓക്കെ, ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിന് ഓക്കെ ദാ ബോണസ്. ഇനി അതല്ലെങ്കിൽ വിനോദേട്ട ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുകയാണ്, ഇത്ര നാളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നാൾ, ഓക്കെ, ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു, ഓക്കെ, നല്ലൊരു എംപ്ലോയി ആണ്, ഇദ്ദേഹത്തിന് ഇന്ന സ്കില്ലുണ്ട്, അതുകൊണ്ട് ധൈര്യത്തെ നിങ്ങൾക്ക് എടുക്കാം, ഇന്ന ജോലികളെ ഏൽപ്പിക്കാൻ ഏറ്റവും മിടുക്കനാണ് ഇയാൾ എന്നും പറഞ്ഞിട്ടൊരു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാക്കി നമ്മുടെ കമ്പനിയുടെ ലെറ്റർ പാഡിൽ വിനോദേട്ടൻ ഒരു സീലും സൈനും വെച്ച് കൊടുക്കുക. അവനിതൊരു അസറ്റാണോ? നമുക്കെന്തെങ്കിലും ചിലവുണ്ടോ? ഇവനെ എടുക്കുന്ന കമ്പനിക്ക് ഇത് ഗുണമാണ്. കാരണം പ്രീവിയസ് കമ്പനിയുടെ ഓണറാണ് ഇതിൻ്റെ അകത്ത് ഇവൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവന് കൃത്യമായ പൊസിഷനിലേക്ക് ഇവനെ ഇട്ട് കൊടുക്കാൻ പറ്റും ആ കമ്പനിക്ക്. ഇവനും ഗുണമാണ്, ആ കമ്പനിക്കും ഗുണമാണ്. നമുക്ക് ചെയ്തുകൂടെ? നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? അവൻ്റെ ലൈഫ് കുറച്ചുകൂടെ, ആ ട്രാൻസിഷൻ പീരീഡ് കുറച്ചുകൂടെ സ്മൂത്ത് ആകും. കുറച്ച് ബോണസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതും ആ പീരീഡിൽ അവനൊരു ഉപകാരമാണ്. മനസ്സിലാവുന്നു? ഇവൻ നല്ലവനാണെങ്കിൽ അവിടെ പോയി പ്രശ്നമൊക്കെ പെട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വേണം തിരിച്ചും വരും. സോ പ്ലീസ് ഡോണ്ട് ഫീഡ് യുവർ ഈഗോ. ബിസിനസ്സിൽ ഇതിന് സ്ഥാനമില്ല, പ്രത്യേകിച്ച് ടീമിൻ്റെ അടുത്ത്. അതുകൊണ്ട് നെവർ ഫീഡ് യുവർ ഈഗോ, ഫീഡ് യുവർ ഫാമിലി. ബിസിനസ് ചെയ്യുന്നത് ഈഗോയെ ഫീഡ് ചെയ്യാനല്ല, നമ്മുടെ ഫാമിലിയെ ഫീഡ് ചെയ്യാനാണ്, അത് മറക്കരുത്. GWC മെത്തേഡ്. ഞാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോവാം, അഖിലിനെ ഞാനൊരു കാര്യം ഏൽപ്പിക്കും, ഓക്കെ, എൻ്റെ സെയിൽസ് ഏൽപ്പിക്കുകയാണ്. GWC ടെസ്റ്റ് നടത്തണം. 1, G, ഗെറ്റ് ഇറ്റ്. ഞാൻ ഈ പറയുന്ന കാര്യം ഈ അഖിലിന് മനസ്സിലാവുന്നുണ്ടോ? അതെന്താ ചെയ്യേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടതെന്നും അഖിലിന് മനസ്സിലായോ? ഇതാണ് ഗെറ്റ് ഇറ്റ്. ഒന്നെന്താ, ഞാൻ ഏൽപ്പിക്കുന്ന ആളിന് ഇത് മനസ്സിലായോ? 2, വാണ്ട് ഇറ്റ്. ഇവനിത് ഏൽപ്പിച്ചാൽ മാത്രം പോരാ, ഇവൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അഖിലിന് ഇങ്ങനൊരു ജോലിയുടെ ആവശ്യമുണ്ടോ?
ഈ കാര്യം ചെയ്യേണ്ട ആവശ്യം അവനുണ്ടോ? ഗെറ്റ് ഇറ്റ് ആൻഡ് വാണ്ട് ഇറ്റ്. മൂന്നാമത്തെ എന്താ? സി, കപ്പാസിറ്റി ടു ഡു ഇറ്റ്. ഇവൻ ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? 3 ടെസ്റ്റാ. ലോകത്തെ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ്. ഒരാളെ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് GWC. എൻ്റെ ഡ്രസ്സ് ലോണ്ടറിക്ക് കൊടുക്കുക. ഞാൻ പറയാണ്, മോനെ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടതാണ്, ഇത് ഇന്നത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവന് അത് മനസ്സിലായോ? 1. 2, ഇത് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം അവനുണ്ടോ ഈ ലോണ്ടറിക്കാരന്? വാണ്ട് ഇറ്റ്. 3, ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ടോ? ഇതാണ് ലോകത്തെ ഏറ്റവും ഡെലിഗേഷൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് GWC ടെസ്റ്റ്.